എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഹൈസ്കൂൾ അധ്യാപകരെ തിരഞ്ഞെടുക്കുന്നതിനായി കേരള PSC നടത്തുന്ന പരീക്ഷയാണ് HSA അല്ലെങ്കിൽ HST. HSA സോഷ്യൽ സയൻസിൻ്റെ വിജ്ഞാപനം ഈ അടുത്ത് PSC പുറത്തിറക്കി. PSCയുടെ എല്ലാ വിജ്ഞാപനങ്ങളെയും ഒരുപാട് ആശങ്കകളോടെയാണ് ഉദ്യോഗാർത്ഥികൾ നോക്കിക്കാണാറുള്ളത്. പ്രത്യേകിച്ചും ജില്ലാടിസ്ഥാനത്തിൽ പരീക്ഷകൾ നടത്തുന്ന HSA പോലുള്ള പരീക്ഷകളെ. പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. HSA ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ നേരിടുന്ന പ്രധാന ആശങ്കകളാണ്: ആർക്കൊക്കെ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം, എന്തായിരിക്കും പരീക്ഷയുടെ സിലബസ്, എത്ര ഒഴിവുകളാണ് ഓരോ ജില്ലകളിലും ഉള്ളത്, എത്രയായിരിക്കും പരീക്ഷയുടെ കട്ട് ഓഫ്, അപ്ലൈ ചെയ്യാൻ ഏറ്റവും നല്ലത് ഏത് ജില്ലയാണ് തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങൾ നിങ്ങളെ ആശങ്കയിലാക്കുന്നുണ്ടാവും. എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം വീഡിയോയിൽ കാണാം. പരീക്ഷയുമായി ബന്ധപ്പെട്ട പ്രാഥമിക കാര്യങ്ങൾ ഇത്രയാണ്. പോസ്റ്റിൻ്റെ പേര് HST സോഷ്യൽ സയൻസ് എന്നാണ്, അഥവാ ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ്. മലയാളം മീഡിയം കുട്ടികളെ പഠിപ്പിക്കുന്നതിനുള്ള അധ്യാപക തസ്തികകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. കാറ്റഗറി നമ്പർ 203/2021. നേരത്തെ സൂചിപ്പിച്ചു, ജില്ലാടിസ്ഥാനത്തിലാണ് HST പോസ്റ്റുകളിലേക്ക് നിയമനം നടക്കുന്നത്. അഥവാ ഏത് ജില്ലയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഏത് ജില്ലയിലും അപേക്ഷിക്കാം, പക്ഷേ ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് മാത്രമേ അപേക്ഷിക്കാവൂ. മറ്റൊരു കാര്യമാണ് തസ്തികയുടെ സാലറി. മുൻപ് 29,200 ആയിരുന്നു ബേസിക് പേ. ഇത് പ്രീ റിവൈസ്ഡ് സ്കെയിലാണ്, അഥവാ റിവൈസ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള സ്കെയിലാണ്. ബേസിക് പേ ആണ് 29,200 എന്ന് പറയുന്നത്. പുതുതായി റിവൈസ് ചെയ്ത സ്കെയിൽ പ്രകാരം ബേസിക് പേ എന്ന് പറയുന്നത് 41,300 രൂപ. കൂടാതെ 7% DAയും HRAയും. HRA കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് എന്നിവ അടിസ്ഥാനമാക്കി HRAയിൽ വ്യത്യാസം ഉണ്ടാവും. ഏകദേശം 45,000 രൂപയാണ് ഈ പോസ്റ്റിൻ്റെ അടിസ്ഥാന ശമ്പളം. മറ്റൊരു കാര്യം വാക്കൻസികളാണ്. ഓരോ ജില്ലകളിലും പ്രതീക്ഷിക്കാവുന്ന അത്രയും ഒഴിവുകൾ. ഈ ഒഴിവുകൾ നമുക്കറിയാൻ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും എത്ര അഡ്വൈസ് പോയി, ഓരോ ജില്ലയിലും എത്ര വീതം അഡ്വൈസ് പോയി എന്ന് നോക്കിയാൽ നമുക്ക് ഈ ആൻറ്റിസിപ്പേറ്റഡ് വാക്കൻസീസിൻ്റെ എണ്ണം ലഭിക്കും. നമുക്ക് നോക്കാം. മറ്റൊരു കാര്യം പറയുന്നത് മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻ്റ് ആണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. പോസ്റ്റിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് PSC നടത്തുന്നത്. പ്രായപരിധി എന്ന് പറയുന്നത് 18-നും 40-നും ഇടയ്ക്കുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. ഈ 2 തീയതികളും ഉൾപ്പെടെ അവയ്ക്കിടയിൽ വരുന്ന ആളുകൾക്ക് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. കൂടാതെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBCക്ക് 3 വർഷവും SC/STക്ക് 5 വർഷവും ഏജ് റിലാക്സേഷനും ലഭിക്കും. അഥവാ 43 വയസ്സുള്ള ഒരു OBCക്കാരന് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. 45 വയസ്സ് വരെയുള്ള SC അല്ലെങ്കിൽ ST കാരനും പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്വാളിഫിക്കേഷൻ അഥവാ യോഗ്യത എന്നുള്ളത്. 3 പ്രധാനപ്പെട്ട യോഗ്യതകളാണ് PSC നിഷ്കർഷിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത് എ ഡിഗ്രി ഇൻ ദ കൺസേൺഡ് സബ്ജക്റ്റ്. ഈ കൺസേൺഡ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇത്രയാണ്: ഹിസ്റ്ററി, എക്കണോമിക്സ്, ജിയോഗ്രഫി, പൊളിറ്റിക്സ്, കൊമേഴ്സ്, ഫിലോസഫി, മ്യൂസിക്, സോഷ്യോളജി, ഈ ഏതെങ്കിലും വിഷയത്തിൽ ഒരു ഡിഗ്രി എന്നതാണ് ആദ്യത്തെ ക്വാളിഫിക്കേഷൻ. മറ്റൊരു യോഗ്യത എന്ന് പറയുന്നത് B.Ed ആണ്. B.Ed ഇൻ ദീസ് കൺസേൺഡ് സബ്ജക്റ്റ്. ഈ സബ്ജക്റ്റുകൾ ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള B.Ed. കൂടാതെ കേട്ടറ്റ് ആണ് മറ്റൊരു യോഗ്യത. കേട്ടറ്റ് 3 ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അല്ലെങ്കിൽ CTET, NET, SET, MPhil, PhD അല്ലെങ്കിൽ MEd ഉള്ള ആളുകൾക്ക് കേട്ടറ്റ് 3 ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാം, ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് അഡീഷണൽ കാര്യങ്ങളുണ്ട്. ചില പ്രത്യേക കോഴ്സുകൾക്ക് എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. അതിലൊന്നാമതാണ് ഇത് BCom വിത്ത് B.Ed കൊമേഴ്സ്. ഇത്രയും കാലം BComൽ ഡിഗ്രി ഉള്ള ആൾക്കും സോഷ്യൽ സയൻസിൽ B.Ed ഉണ്ടെങ്കിൽ മാത്രമേ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ പറ്റിയിരുന്നുള്ളൂ. ഈ നോട്ടിഫിക്കേഷനിൽ PSC ഉൾപ്പെടുത്തിയിരിക്കുന്നത് BCom വിത്ത് B.Ed കൊമേഴ്സ്. കൊമേഴ്സിൽ B.Ed ഉള്ള ആളുകൾക്കും എന്ത് ചെയ്യാം, ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്പെഷ്യൽ കോഴ്സസിനെ പറ്റി പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഡിപ്ലോമ ഇൻ റൂറൽ സർവീസ് ഗിവൺ ബൈ നാഷണൽ കൗൺസിൽ ഫോർ റൂറൽ ഹയർ എഡ്യൂക്കേഷൻ. ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക പോയിന്റാണ് കൊടുത്തിരിക്കുന്നത്. അഥവാ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഇൻ കൺസേൺഡ് സബ്ജക്റ്റ്. അഥവാ നേരത്തെ പറഞ്ഞ കൺസേൺഡ് സബ്ജക്റ്റിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള ആളുകൾക്കും എന്ത് ചെയ്യാം, ഈ പരീക്ഷയ്ക്ക്
അപ്ലൈ ചെയ്യാം. നേരത്തെ പറഞ്ഞത് ഡിഗ്രി ഇൻ കൺസേൺ സബ്ജക്റ്റ് ആണ്. ആ വിഷയത്തിൽ ഡിഗ്രി ഇല്ലാതെ പകരം പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് ആ വിഷയത്തിൽ ഉള്ളത് എങ്കിൽ അയാൾക്കും ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം. ഉദാഹരണത്തിന് ഡിഗ്രിയുടെ സമയത്ത് ഏതെങ്കിലും സയൻസ് വിഷയത്തിൽ ഡിഗ്രി എടുക്കുകയും പോസ്റ്റ് ഗ്രാജുവേഷൻ ഈ ഏതെങ്കിലും കൺസേൺഡ് വിഷയത്തിൽ എടുക്കുകയും ചെയ്ത ആൾക്ക് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം. ഇതുകൂടാതെ കുറച്ച് അഡീഷണൽ കോഴ്സസിന്റെ ഡീറ്റെയിൽസ് PSC കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇസ്ലാമിക് ഹിസ്റ്ററിയുടെ ഡിഗ്രിയിൽ ഒരുപാട് വെറൈറ്റി ഡിഗ്രീസ് ഉണ്ട്. അഥവാ മെയിൻസിൽ ഒരുപാട് വ്യത്യാസമുള്ള കോഴ്സുകളെ പറ്റി PSC പ്രത്യേകം എടുത്തു കൊടുത്തിട്ടുണ്ട്. അത് ഈ പറയുന്ന കോഴ്സുകളാണ്. ഇസ്ലാമിക് ഹിസ്റ്ററി, എക്കണോമിക്സ്, ഇങ്ങനെ ഒരുപാട് കോഴ്സുകൾ PSC പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ കോഴ്സുകൾ പഠിച്ച ആളുകൾക്കും എന്ത് ചെയ്യാം, ഈ പരീക്ഷയ്ക്ക് ഡിഗ്രി എന്നുള്ള നിലയ്ക്ക് ഇതിനെ കൺസിഡർ ചെയ്ത് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. PSC നോട്ടിഫിക്കേഷൻ ഉൾപ്പെടുത്തിയ മറ്റൊരു കാര്യമാണ് മലയാളത്തിലായിരിക്കും പരീക്ഷ ഉണ്ടാവുക എന്നുള്ളത്. അത് ഡിസ്ക്രിപ്റ്റീവ് ആണെന്നുണ്ടെങ്കിലും OMR പരീക്ഷയാണെന്നുണ്ടെങ്കിലും മലയാളത്തിലായിരിക്കും ഉണ്ടാവുക. എല്ലാ പരീക്ഷകളും അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള സൈറ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ keralapsc.gov.in എന്ന സൈറ്റിലോ അല്ലെങ്കിൽ keralapsc.tulasi. എന്നുള്ള സൈറ്റിലോ കയറിയിട്ട് നമ്മുടെ പ്രൊഫൈൽ ലോഗിൻ വഴി മാത്രമേ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവൂ. മറ്റൊന്ന് എക്സാമിന്റെ കാര്യമാണ് കൊടുത്തുള്ളത്. റിട്ടൺ ആയിരിക്കോ, OMR ആയിരിക്കോ, ഓൺലൈൻ ടെസ്റ്റ് ആയിരിക്കോ എന്നുള്ളതാണ്. PSC ഒട്ടുമിക്ക പരീക്ഷകൾക്കും നോട്ടിഫിക്കേഷൻ പുറത്തിറക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന രീതിയാണ് റിട്ടൺ ഓർ OMR ഓർ ഓൺലൈൻ ടെസ്റ്റ് എന്നുള്ളത്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ PSCക്ക് ഇതിൽ ഇഷ്ടമുള്ള രൂപത്തിൽ എന്ത് ചെയ്യാം, പരീക്ഷ നടത്താം. എന്നാൽ എല്ലാ പരീക്ഷയും ഒട്ടുമിക്ക പരീക്ഷകളും നടത്താറുള്ളത് OMR രീതിയിലാണ്. ഈ പരീക്ഷയും OMR രീതിയിലായിരിക്കും. പ്രത്യേകിച്ചും സോഷ്യൽ സയൻസ് ഒക്കെ ഒരുപാട് അപ്ലിക്കൻസ് ഉള്ള പരീക്ഷ ആയതുകൊണ്ട് OMR രീതിയിൽ തന്നെ നടത്താനാണ് കൂടുതൽ സാധ്യത. പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 7th ജൂലൈ 2021 രാത്രി 12 മണി വരെ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ജനറലി പറയാനുള്ളത്. ഇനി നമുക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം HSA സോഷ്യൽ സയൻസിന്റെ സിലബസ് ആണ്. സാധാരണ HSA പരീക്ഷകൾക്ക് 2 പാർട്ട് ഉണ്ടാവാറുണ്ട്. സിലബസിൽ പാർട്ട് എയും പാർട്ട് ബിയും ഉണ്ടാകാറുണ്ട്. പാർട്ട് എയിൽ നമുക്ക് 3 മൊഡ്യൂളുകളാണുള്ളത്. ഒന്നാമത്തെ മൊഡ്യൂളിൽ റിനേസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ്, രണ്ടാമത്തെ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, മൂന്നാമത്തെ മൊഡ്യൂളിൽ മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റ്. ഇത്രയും 3 മൊഡ്യൂളുകളാണ് ഫസ്റ്റ് പാർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ പലരും അന്വേഷിച്ചത് സിലബസ് ആയിരിക്കും. സിലബസിൽ പാർട്ട് എ ഉണ്ടോ, GK ഉണ്ടോ എന്നുള്ള കാര്യമായിരിക്കും പലരും അന്വേഷിച്ചിട്ടുണ്ടാവുക. ഒരു HSA സോഷ്യൽ സയൻസ് സ്റ്റുഡന്റ് എന്നുള്ള നിലയ്ക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം പാർട്ട് എ നമ്മെ ബാധിക്കുന്ന കാര്യമേ അല്ല. കാരണം ഈ പാർട്ട് എയിൽ ഉൾപ്പെടുത്തിയ 3 കാര്യങ്ങൾ, ഒന്ന് റിനേസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ്, നമ്മൾ ആൾറെഡി നമ്മുടെ കോർ സബ്ജക്റ്റിൽ പഠിച്ച കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട് ബിയിൽ തന്നെ ഉൾപ്പെട്ട കാര്യമാണ് റിനേസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ്. പിന്നെ എന്നുള്ളത് ജനറൽ നോളജ് ആണ്. ജനറൽ നോളജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന പാർട്ട് ബിയിലെ ഭാഗത്തിൽ പുറത്ത് നിന്ന് ഒരു ജനറൽ നോളജ് ഒന്നും ഇനി വരാനില്ല. അഥവാ ആ ജനറൽ നോളജും ആൾറെഡി നമ്മുടെ സിലബസിൽ പാർട്ട് ബിയിൽ ഉൾപ്പെട്ട ഭാഗമാണ്. ഇനി നമുക്ക് ആകെ ഉള്ളത് ഒരു കറണ്ട് അഫയേഴ്സിന്റെ ഏരിയയാണ്. വളരെ കുറഞ്ഞ ചോദ്യങ്ങൾ, 2-3 ചോദ്യങ്ങളോ വരാൻ സാധ്യത ഉള്ള ഏരിയയാണ്. അത് വളരെ ചെറിയ ഏരിയ ആയതുകൊണ്ട് തന്നെ PSC ഔദ്യോഗികമായി പുതിയ സിലബസ് പുറത്തുവിട്ടതിന് ശേഷം പഠിച്ചു തീർക്കാവുന്ന ഒരു ഏരിയ ആണ് ഏത്, കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. മൊഡ്യൂൾ 3 മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്ട്. ഇനി നമുക്കുള്ളത് സിലബസിന്റെ പാർട്ട് ബി ആണ്. പാർട്ട് ബിയിൽ 8 ചാപ്റ്ററുകളാണുള്ളത്. പാർട്ട് എയിൽ നമുക്ക് 20 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉള്ളത്. പാർട്ട് ബിയിൽ ബാക്കി 80 മാർക്കിന്റെ ചോദ്യങ്ങളും വരുന്നത് പാർട്ട് ബിയിൽ നിന്നാണ്. അപ്പോൾ നോക്കാം, മൊഡ്യൂൾ 1 വേൾഡ് ഹിസ്റ്ററി. ഏറ്റവും അവസാനം നടന്ന സോഷ്യൽ സയൻസിന്റെ പരീക്ഷയ്ക്ക് വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നും 10 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നും 5 ചോദ്യങ്ങളും കേരള ഹിസ്റ്ററിയിൽ നിന്നും 5 ചോദ്യങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അഥവാ ചരിത്രത്തിന്റെ ഭാഗത്തിൽ നിന്ന്, ഹിസ്റ്ററിയുടെ ഭാഗത്തിൽ നിന്നും മൊത്തം 20 മാർക്കിന്റെ ചോദ്യങ്ങളാണ് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. ഇനി എക്കണോമിക്സിൽ മൊത്തം 20 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ എക്കണോമിക് തിയറീസും ഉണ്ട്, ഇന്ത്യ ആൻഡ് കേരള എക്കോണമിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുമുണ്ട്. അതുൾപ്പെടെ 20 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി നോക്കുക, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ പൊളിറ്റിക്സ്. ഈ 2 വിഷയങ്ങളും ഉൾപ്പെടെ 20 മാർക്കിന്റെ ചോദ്യങ്ങളാണ് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചത്. ഇത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതും ഇതേ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ്. മറ്റൊന്നാണ് ജോഗ്രഫി. ഫിസിക്കൽ ജോഗ്രഫിയിൽ നിന്നും ഹ്യൂമൻ ആൻഡ് റീജിയണൽ ജോഗ്രഫിയിൽ നിന്നും ഉൾപ്പെടെ 20 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അഥവാ പാർട്ട് ബിയിലെ 80 മാർക്ക് എന്നുള്ളത് 4 20കളായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്.
ഹിസ്റ്ററി 20 മാർക്ക്, എക്കണോമിക്സ് 20 മാർക്ക്, പൊളിറ്റിക്സ് 20 മാർക്ക്, ജിയോഗ്രഫി 20 മാർക്ക്. ഇങ്ങനെയാണ് 80 മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് സിലബസുമായി ബന്ധപ്പെട്ട് ബേസിക്കലി പറയാനുള്ളത്. ഈ സിലബസ് PSC പുതുതായി പുറത്തിറക്കിയതല്ല, കഴിഞ്ഞ HSA പരീക്ഷയ്ക്ക് പുറത്തിറക്കിയ സിലബസാണ്. സിലബസിൽ കാര്യമായ യാതൊരു മാറ്റവും PSC വരുത്താറില്ല. വളരെ മൈന്യൂട്ടായ എന്തെങ്കിലും മാറ്റമേ വരുത്താറുള്ളൂ. അത് ഒരു ഉദ്യോഗാർത്ഥിയെയും യാതൊരു നിലക്കും ബാധിക്കാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് പുതിയ സിലബസിനായി കാത്തിരിക്കേണ്ട, പഴയ സിലബസിൽ നിന്നും തുടങ്ങാം. സിലബസിൽ നിന്നുള്ള വ്യാകുലതകൾ കഴിഞ്ഞാൽ ഉദ്യോഗാർത്ഥിയെ ഏറ്റവും കൂടുതൽ അലോസരപ്പെടുത്തുന്നത് ഏത് ജില്ലയിൽ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം എന്നുള്ളതാണ്. എവിടെയാണ് കൂടുതൽ അപ്പോയിൻമെന്റ് നടക്കുന്നത്, എത്ര ഒഴിവുകളാണുള്ളത്, ഇത്തരം ഒരുപാട് ചോദ്യങ്ങൾ ഒരു ഉദ്യോഗാർത്ഥി ഫേസ് ചെയ്യുന്നുണ്ടാവും. ഇനി നാം നോക്കുന്നത് ഓരോ ജില്ലയിലും എത്ര അഡ്വൈസ് പോയി, ഏതൊക്കെ കാറ്റഗറിയിൽ എത്ര റാങ്ക് വരെയുള്ള ആളുകൾക്ക് ജോലി ലഭിച്ചു, അഡ്വൈസ് ലഭിച്ചു എന്നുള്ള കാര്യങ്ങളാണ് ഇനി നോക്കുന്നത്. വളരെ പെട്ടെന്ന് ഓരോ ജില്ലയെയും നോക്കാം. ആദ്യം നോക്കുന്നത് തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരം ജില്ലയിൽ നിലവിലുള്ള ലിസ്റ്റിൽ നിന്നും 87 അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. ഇവിടെ നമുക്ക് PSCന്റെ സൈറ്റിൽ നിന്ന് കിട്ടുന്ന ഡീറ്റെയിൽസ് ഓഫ് അഡ്വൈസ് ആണിത്. ഓരോ കാറ്റഗറിയിലുള്ള ആളുകളും എത്ര റാങ്ക് വരെ ജോലിയിൽ പ്രവേശിച്ചു അല്ലെങ്കിൽ അഡ്വൈസ് ലഭിച്ചു എന്നുള്ളതിൻ്റെ കണക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് സൈറ്റിൽ നിന്നും കിട്ടും. അതാണ് ഈ കൊടുത്തുള്ളത്. സൂചിപ്പിക്കുന്നത് ഓപ്പൺ കാറ്റഗറിയിലുള്ള 65ാം റാങ്ക് വരെയുള്ള ആൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. STയിൽ SL എന്ന് പറഞ്ഞാൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ 5 ആൾ പോയിട്ടുണ്ട്. മുസ്ലിം കാറ്റഗറിയിൽ 88ാം റാങ്ക് ഉള്ള ആൾക്കാണ് അവസാനം ജോലി കിട്ടിയത്. ലത്തീൻ കത്തോലിക്കയിൽ അവസാനം ജോലി ലഭിച്ചത് 108ാം റാങ്ക് ഉള്ള ആളാണ്. OBCയിൽ 70ാം റാങ്കുള്ള ആള്, വിശ്വകർമ്മ 103, SIUC നാടാർ വിത്തിൻ OC അഥവാ ഈ 65ന് ഉള്ളിലാണ് ഇയാളുടെ റാങ്ക് എന്നാണ് വിത്തിൻ OC എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഹിന്ദു നാടാർ 123 വരെ 123ാം റാങ്കിലുള്ള ആൾക്ക് വരെ ജോലി കിട്ടി. ഇങ്ങനെ ഓരോ കാറ്റഗറിയെയും തിരിച്ച് നമുക്ക് എന്ത് കിട്ടും, PSCന്റെ സൈറ്റിൽ നിന്നും ജില്ലാടിസ്ഥാനത്തിൽ ഡാറ്റ കിട്ടും. ഓരോ ജില്ലക്കും ഇങ്ങനെ ഉണ്ടാകും. ഇവിടെ കൊടുത്തുള്ളത് നിലവിലുള്ള ലിസ്റ്റിന്റെ തൊട്ട് മുന്നത്തെ ലിസ്റ്റിൽ നിന്നും ആകെ എത്ര അഡ്വൈസ് പോയി എന്നുള്ളതാണ്. ടോട്ടൽ പ്രീവിയസ് അഡ്വൈസ് എന്ന് കൊടുത്തുള്ളത് 116 ആണ്. അടുത്ത ജില്ല നമുക്ക് നോക്കാനുള്ളത് കൊല്ലത്താണ്. ടോട്ടൽ അഡ്വൈസ് 82. കാറ്റഗറി വൈസ് എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കുക. അടുത്തത് പത്തനംതിട്ട ജില്ലയാണ്. ആകെ അഡ്വൈസ് പോയിട്ടുള്ളത് 16 ആണ്. ഓരോ കാറ്റഗറിയിലും അഡ്വൈസ് പോയിട്ടുള്ളത് നോക്കുക. ഇടുക്കി ജില്ലയിൽ 23 അഡ്വൈസ് ആണ് ഇതുവരെ പോയിട്ടുള്ളത്. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്നും അഥവാ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിന്റെ മുന്നത്തെ റാങ്ക് ലിസ്റ്റിൽ നിന്നും ആകെ 25 ആളുകൾക്കാണ് ജോലി കിട്ടിയിട്ടുള്ളത്. മുസ്ലിം ഇവിടെ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നും 1 പോയിട്ടുണ്ട്. ഹിന്ദു നാടാറും സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നും വരെ പോയിട്ടുണ്ട്. അടുത്തത് കോട്ടയം ജില്ലയാണ്. 13 അഡ്വൈസ് ആണ് ആകെ പോയിട്ടുള്ളത്. സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് പോയിട്ടുള്ളത് ലത്തീൻ കത്തോലിക്കക്കാരാണ്, അല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അടുത്തത് ആലപ്പുഴ ജില്ലയിൽ മൊത്തം അഡ്വൈസ് പോയിട്ടുള്ളത് 18. സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് പോയിട്ടുള്ളത് ST വിഭാഗത്തിലുള്ള ആളുകളാണ്. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്നും 26 അഡ്വൈസ് ആണ് ആകെ പോയിട്ടുള്ളത്. അടുത്ത എറണാകുളം ജില്ലയാണ്. 39. ഏറ്റവും കുറവ് കട്ട് ഓഫ് ഉള്ള ജില്ലയായിരുന്നു എറണാകുളം ജില്ല. 39 അഡ്വൈസ് ആണ് ആകെ പോയിട്ടുള്ളത്. അടുത്ത തൃശ്ശൂരാണ്. 53 ആളുകൾക്കാണ് അഡ്വൈസ് പോയിട്ടുള്ളത്. ഇതിൽ ഒട്ടുമിക്ക കാറ്റഗറിക്കാരും സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് പോയിട്ടുണ്ട്. സപ്ലിമെന്ററി ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ ലിസ്റ്റിന് പുറമെ ഓരോ റിസർവേഷൻ കാറ്റഗറിക്കും ഓരോ സപ്ലിമെന്ററി ലിസ്റ്റ് ഇടും. അതിന്റെ കാരണം മെയിൻ ലിസ്റ്റിൽ റിസർവേഷൻ കാറ്റഗറിക്കാർ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ അവർക്കുള്ള റിസർവേഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സപ്ലിമെന്ററി ലിസ്റ്റ് ഇടുന്നത്. അടുത്ത പാലക്കാട് ജില്ലയാണ്. ആകെ അഡ്വൈസ് പോയത് 60 അഡ്വൈസ് ആണ്. കമ്പാരിറ്റീവ്ലി കുറച്ച് കോമ്പറ്റീഷൻ കൂടിയ ജില്ലയാണ് പാലക്കാട്. അടുത്ത മലപ്പുറം ജില്ലയാണ്. ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയിട്ടുള്ള ജില്ല മലപ്പുറം ജില്ലയാണ്. ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ നടന്ന ജില്ലയും മലപ്പുറം ജില്ലയാണ്. മുസ്ലിം മെജോറിറ്റി പ്രദേശം ആയതുകൊണ്ട് അപ് ടു OC വരെ മാത്രമേ മുസ്ലിം പോയിട്ടുള്ളൂ. ലത്തീൻ കത്തോലിക്ക അല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻ 160ാം റാങ്ക് വരെ പോയിട്ടുണ്ട്. വിശ്വകർമ്മ 191ാം റാങ്ക് വരെ പോയിട്ടുണ്ട്. അടുത്തത് കോഴിക്കോടാണ്. ആകെ അഡ്വൈസ് 101 എണ്ണമാണ് പോയിട്ടുള്ളത്. ഇതിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ST സപ്ലിമെന്ററി ലിസ്റ്റ് ആണ്. ST ഓൾ എന്ന് കൊടുത്തിട്ടുണ്ട്. മെയിൻ ലിസ്റ്റിലുള്ള മുഴുവൻ STക്കാരും പോയി. അതിനു പുറമെ സപ്ലിമെന്ററി ലിസ്റ്റിലുള്ള മുഴുവൻ STക്കാർക്കും അഡ്വൈസ് ലഭിച്ചു എന്നതാണ്. ഇവരൊക്കെ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നും ഒരാൾ വീതം പോയി. അടുത്തത് വയനാട് ജില്ലയാണ്. 43 അഡ്വൈസ് ആണ് ആകെ പോയിട്ടുള്ളത്. SC സപ്ലിമെന്ററി ലിസ്റ്റ് ആണ്. ST സപ്ലിമെന്ററി ലിസ്റ്റ് ആണ്. ലത്തീൻ കത്തോലിക്ക സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നൊക്കെയാണ് അവസാനം എടുത്തിട്ടുള്ളത്. അടുത്ത കണ്ണൂരാണ്. 87 അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് തീരുന്ന സമയത്ത് 44 അഡ്വൈസുകളാണ് മൊത്തം പോയിട്ടുള്ളത്. ഇതിൽ SC ഓൾ ആണ്, ST ഓൾ ആണ്, ലത്തീൻ കത്തോലിക്ക ഓൾ ആണ്.
അഥവാ ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകളും മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിലുമുള്ള SC ST ലത്തീൻ കത്തോലിക്കർക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട്. അടുത്ത കാസർഗോഡ് ജില്ല ആകെ അഡ്വൈസ് 83. കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ HSAയുടെ സമയത്ത് കോമ്പറ്റീഷൻ കുറച്ച് കുറഞ്ഞ ജില്ലയാണ് കാസർഗോഡ്. കഴിഞ്ഞ HSA വിളിക്കുന്നത് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പാണ്. അന്നത്തെ കാസർഗോഡിൻ്റെ സിറ്റുവേഷൻ ആയിരിക്കില്ല ഇന്ന്. ഇപ്പോൾ ഒരുപാട് ആളുകൾ കാസർഗോഡ് ജില്ലയിൽ പോയി പരീക്ഷ എഴുതാറുണ്ട്. അപ്പോൾ ഈ കണക്ക് വെച്ചിട്ട് കാസർഗോഡ് ജില്ലയെ ഓപ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, കോമ്പറ്റീഷൻ കുറവാണ് എന്നുള്ളത് കൊണ്ട് എല്ലാവരും അവിടെ അപ്ലൈ ചെയ്താൽ അത് ഉചിതമാകില്ല. ഇവിടെ നോക്കാം, ST സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകളും പോയിട്ടുണ്ട്. മുസ്ലിം സപ്ലിമെൻ്ററി ലിസ്റ്റ് വളരെ റയർ ആയിട്ടുള്ള കാര്യമാണ്. മുസ്ലിം സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 7 വരെ എത്തിയിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് കണക്കുകൾ. ഏറ്റവും അവസാനത്തെ ലിസ്റ്റിൽ നിന്ന് 35 ആളുകളാണ് ജോലിയിൽ പ്രവേശിച്ചത് അല്ലെങ്കിൽ അഡ്വൈസ് ലഭിച്ച ആളുകളുടെ എണ്ണം. ഈ പറഞ്ഞ അഡ്വൈസുകളുടെ എല്ലാം എണ്ണം ഒറ്റ ചാർട്ടിലാക്കിയതാണ് ഈ ബോക്സ്. തിരുവനന്തപുരം ജില്ലയിൽ മൊത്തം അഡ്വൈസ് പോയിട്ടുള്ളത് 87, കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും 136. ഇതാണ് അവസാനത്തെ ലിസ്റ്റിൽ നിന്നുള്ള അഡ്വൈസ് നില, നിയമന നില. ബാക്കി ജില്ലകൾ തൃശ്ശൂർ 53, പാലക്കാട് 60, മലപ്പുറം 171, കോഴിക്കോട് 101. ജനറലി പറയുകയാണെങ്കിൽ മലബാറിലെ ജില്ലകളിൽ ആണ് കൂടുതൽ അപ്പോയിൻമെൻറ്റുകൾ നടക്കുന്നത്. നോക്കുക, കണ്ണൂർ 87, കാസർഗോഡ് 83, വയനാട് ചെറിയ ജില്ലയും ജനസംഖ്യ കുറവുമായിട്ട് പോലും 43 അഡ്വൈസ് വരെ പോയിട്ടുണ്ട്. വീഡിയോയുടെ മർമ്മപ്രധാനമായ ഭാഗമാണ് ഇനി പറയാനുള്ളത്. എല്ലാ ഉദ്യോഗാർത്ഥികളെയും കൺഫ്യൂഷനിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏത് ജില്ല സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇതിനായി നമ്മൾ ആദ്യം നോക്കുന്ന കാര്യം ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയ ജില്ല ഏതാണ്, അതോടൊപ്പം നോക്കുന്ന മറ്റൊരു കാര്യമാണ് ഏറ്റവും കുറവ് കട്ട് ഓഫ് എവിടെയാണ് എന്നുള്ളത്. ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായും നോക്കാറുള്ളത്. ഈ അഡ്വൈസ് എന്ന മാനദണ്ഡത്തിലുപരി നാം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യം കട്ട് ഓഫ് എന്നുള്ളതാണ്. കേവലം ഏറ്റവും കുറവ് കട്ട് ഓഫ് എവിടെയാ എന്നുള്ളതല്ല. നമുക്കറിയാം, ഓരോ ജില്ലയിലും ഓരോ കമ്മ്യൂണിറ്റിക്കും റിസർവേഷനുള്ള ഓരോ കാറ്റഗറിക്കും ഓരോ പ്രിഫറൻസ് ആണ് ലഭിക്കുക. കമ്മ്യൂണിറ്റിയെ അടിസ്ഥാനമാക്കി ഒരാൾക്ക് അപേക്ഷിക്കാൻ ഏറ്റവും അനുയോജ്യമായ ജില്ല ഏതാണ് എന്നതിനെ പറ്റിയുള്ള വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഡാറ്റയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. നോക്കുക, കട്ട് ഓഫിനെ പറ്റിയിട്ടുള്ള ഒരു ഡാറ്റയാണ്. 2018 HSA പരീക്ഷയിൽ എല്ലാ ജില്ലകൾക്കും കോമൺ ടെസ്റ്റാണ് നടന്നിട്ടുള്ളത്. എന്നാൽ അവരുടെ കട്ട് ഓഫ് ഓരോ ജില്ലക്കും വളരെ വ്യത്യസ്തമായിട്ടാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണ്. ഏറ്റവും കുറവ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് എറണാകുളം ജില്ലയിലാണ്. വ്യത്യാസം നോക്കുക, മലപ്പുറം ജില്ലയിൽ 59.3 മാർക്കാണ് കട്ട് ഓഫ് വന്നതെങ്കിൽ എറണാകുളം ജില്ലയിൽ 47.3 മാർക്കാണ് കട്ട് ഓഫ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കുക, ഓരോ കാറ്റഗറിക്കാർക്കും ഏത് ജില്ലയിലാണ് അപേക്ഷിക്കാൻ ഏറ്റവും ഉചിതം എന്ന് വെളിപ്പെടുത്തുന്ന റിപ്പോർട്ടാണത്. ഓപ്പൺ കാറ്റഗറിക്കാരാണെങ്കിലും റിസർവേഷൻ കാറ്റഗറിക്കാരാണെങ്കിലും ഒരുപോലെ വളരെയധികം വിശകലനം നടത്തേണ്ട ഒരു ഡാറ്റയാണിത്. ഓരോ കാറ്റഗറിയെയും അടിസ്ഥാനപ്പെടുത്തി നമുക്ക് വിശകലനം ചെയ്യാം. ആദ്യം നമുക്ക് നോക്കാനുള്ളത് OC ആണ്, ഓപ്പൺ കാറ്റഗറി. ഇപ്പോൾ നോക്കുക, കട്ട് ഓഫ് നാം പറഞ്ഞു ഈ കോളത്തിൽ കൊടുത്തിട്ടുള്ളതാണ് കട്ട് ഓഫ്. ഓരോ ജില്ലക്കും വളരെ വ്യത്യസ്തമായിട്ടാണ് കട്ട് ഓഫ് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് മലപ്പുറത്ത് വരാനുള്ള കാരണം അതിൻ്റെ മുന്നേ ഏറ്റവും കൂടുതൽ അപ്പോയിൻമെൻറ്റ് നടന്നത് എവിടെയാണ്, അല്ലെങ്കിൽ അഡ്വൈസ് പോയത് എവിടെയാണ്, മലപ്പുറം ജില്ലയിലാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നതും മലപ്പുറം ജില്ലയിലാണ്. ഇനി നമ്മൾ നോക്കുക, ഓരോ കാറ്റഗറിക്ക് അനുസരിച്ച് നോക്കുക. ഓപ്പൺ കാറ്റഗറിയിൽ തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും അവസാനമായി അഡ്വൈസ് പോയ ആളുടെ മാർക്ക് 72 മാർക്കാണ്. ശ്രദ്ധിക്കുക. എന്നാൽ അതേ എക്സാമിന് കൊല്ലം ജില്ലയെ സെലക്ട് ചെയ്ത് എഴുതിയ 64.3 മാർക്കുള്ള ആൾക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട്. നോക്കുക, ഇവർ 2 പേരും എഴുതിയത് ഒരേ പരീക്ഷയാണ്. പക്ഷെ അവർ സെലക്ട് ചെയ്ത ജില്ലയിലുള്ള വ്യത്യാസം. തിരുവനന്തപുരം ജില്ലയിൽ സെലക്ട് ചെയ്ത് 70 മാർക്ക് കിട്ടിയ ആൾക്ക് ഇതുവരെ, ഓപ്പൺ കാറ്റഗറിയിലുള്ള ആൾക്ക് ഇതുവരെ അഡ്വൈസ് ലഭിച്ചിട്ടില്ല. എന്നാൽ കൊല്ലം ജില്ലയിൽ ഓപ്പൺ കാറ്റഗറിയിലുള്ള 64.3 മാർക്കുള്ള ആൾക്ക് അഡ്വൈസ് ലഭിച്ചു. വ്യത്യാസം ശ്രദ്ധിക്കുക. ഇനി നോക്കുക, കോട്ടയം ജില്ലയിൽ എത്തിയപ്പോൾ ഏറ്റവും അവസാനം അഡ്വൈസ് പോയിട്ടുള്ളത് 70.6 മാർക്കുള്ള ആൾക്കാണ്. ഇടുക്കി ജില്ലയിലെത്തിയപ്പോൾ 69.3 മാർക്ക് ഉള്ള ആൾക്കും അഡ്വൈസ് പോയി.
ഇങ്ങനെ ഓരോ ജില്ല എടുത്ത് വിശകലനം ചെയ്താലും ഓപ്പൺ കാറ്റഗറിയിൽ തന്നെ മാർക്കിന്റെ വളരെ വലിയ അന്തരം നമുക്ക് കാണാൻ കഴിയും. പാലക്കാട് ജില്ലയിൽ 75 മാർക്ക് വരെയുള്ള ആൾക്ക് പോലും ഇതുവരെ അഡ്വൈസ് ലഭിച്ചിട്ടില്ല. 75.3 മാർക്കുള്ള ആൾക്കാണ് ഏറ്റവും അവസാനം അഡ്വൈസ് പോയിട്ടുള്ളത്. വ്യത്യാസം ശ്രദ്ധിക്കുക, 75-ൽ നിന്നും 66-ലേക്കുള്ള വ്യത്യാസം 9 മാർക്കിന്റെ വ്യത്യാസം. രണ്ടാളും എഴുതിയത് ഒരേ പരീക്ഷ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത കാറ്റഗറിയിലേക്ക് പോവാ, ഈഴവ കമ്മ്യൂണിറ്റിയിലേക്ക് പോവാ. ഇവിടെയും വളരെ അന്തരങ്ങൾ കാണാൻ സാധിക്കും. കാസർഗോഡ് ജില്ലയിൽ 67 മാർക്കുള്ള ആൾക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട്, ഈഴവ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്ക്. എന്നാൽ പാലക്കാട് ജില്ലയിൽ 75 മാർക്കുള്ള ആൾക്കേ അഡ്വൈസ് ലഭിച്ചിട്ടുള്ളൂ. 74 മാർക്കുള്ള ഈഴവ കമ്മ്യൂണിറ്റിക്കാരന് അഡ്വൈസ് ലഭിക്കാത്ത സാഹചര്യത്തിൽ കാസർഗോഡ് ജില്ലയിൽ 67 മാർക്കുള്ള ഈഴവ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട്. ജില്ല സെലക്ട് ചെയ്യുന്നിടത്തുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. അടുത്ത കമ്മ്യൂണിറ്റി നോക്കുക, മുസ്ലിം കമ്മ്യൂണിറ്റി. ഇവിടെ നോക്കുക, മലപ്പുറം ജില്ലയിൽ 74 മാർക്കുള്ള ആൾക്കാണ് അവസാനം അഡ്വൈസ് ലഭിച്ചത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ. എന്നാൽ കാസർഗോഡ് ജില്ലയിൽ അവസാനം അഡ്വൈസ് ലഭിച്ച മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള വ്യക്തിയുടെ മാർക്ക് 53.33 മാർക്ക്. കാസർഗോഡ് ജില്ല സെലക്ട് ചെയ്ത് 53.3 മാർക്ക് നേടിയ വ്യക്തിക്ക് അഡ്വൈസ് ലഭിച്ചപ്പോൾ അതേ മാർക്ക് നേടിയ ഈ ജില്ലയിലുള്ള ഒറ്റ ആളുകൾക്കും അഡ്വൈസ് ലഭിക്കാത്ത അവസ്ഥ. ഇവിടെ നോക്കുക, കോട്ടയം ജില്ലയിൽ 71.3 മാർക്കുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്ക് അഡ്വൈസ് ലഭിച്ചു. എന്നാൽ ഇവിടെ നോക്കുക, ഇടുക്കി ജില്ലയിലുള്ള 58.3 മാർക്കുള്ള ആൾക്ക് അഡ്വൈസ് ലഭിച്ചു. നേരെ മറിച്ച് 60, 65, 70 മാർക്കുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ കോട്ടയം ജില്ലയിലുള്ള ആൾക്ക് അഡ്വൈസ് ലഭിച്ചിട്ടില്ല. ഓക്കെ, SCയുടെ കണക്ക് പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ 71 മാർക്കുള്ള SC കാരനാണ് ഏറ്റവും അവസാനം അഡ്വൈസ് ലഭിച്ചത്. എന്നാൽ തിരുവനന്തപുരം ജില്ലയിൽ 65 മാർക്കുള്ള SC കാരന് അഡ്വൈസ് ലഭിച്ചിട്ടില്ല, 60 മാർക്കുള്ള SC കാരന് അഡ്വൈസ് ലഭിച്ചിട്ടില്ല. എന്നാൽ കാസർഗോഡ് ജില്ലയിൽ കേവലം 49 മാർക്കുള്ള SC കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട്. വ്യത്യാസം 71-ൽ നിന്നും 49-ലേക്കുള്ള വ്യത്യാസം. നോക്കുക, തൃശ്ശൂർ ജില്ലയിൽ 70.3 മാർക്ക് കിട്ടിയ ആൾക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ 70 മാർക്ക് അതിന് താഴെയുള്ള ആൾക്ക്, അതൊക്കെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 70 മാർക്ക് കിട്ടിയ ഉദ്യോഗാർത്ഥിക്ക് അവസരം ലഭിച്ചിട്ടില്ല, അഡ്വൈസ് ലഭിച്ചിട്ടില്ല. അതേസമയം കാസർഗോഡ് ജില്ലയിൽ 49 മാർക്ക് കിട്ടിയ ആൾക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട്, 53 മാർക്ക് കിട്ടിയ ആൾക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട്, 64 മാർക്ക് കിട്ടിയ ആൾക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ST കമ്മ്യൂണിറ്റി എടുക്കുക. ഏറ്റവും വലിയ അന്തരമുള്ളത് ST കമ്മ്യൂണിറ്റിയിലാണ്. 22 മാർക്കുള്ള തിരുവനന്തപുരം ജില്ലയിലെ ST കാരന് അഡ്വൈസ് ലഭിച്ചു. പക്ഷെ 50 മാർക്കുള്ള പാലക്കാട് ജില്ലയിലെ ST കാരന് അഡ്വൈസ് ലഭിച്ചിട്ടില്ല. ഞെട്ടിക്കുന്ന കണക്ക്. വയനാട് ജില്ലയിലെ 51.6 മാർക്കുള്ള ആൾക്കാണ് അഡ്വൈസ് ലഭിച്ചിട്ടുള്ളത്. ഇവിടെ 50 മാർക്കുള്ള ആൾക്ക് അഡ്വൈസ് ലഭിക്കാത്തപ്പോ 29 മാർക്കുള്ള കൊല്ലത്തെ ST കാരന് ജോലി ലഭിക്കുന്നു. വ്യത്യാസം ഇതാണ്. കമ്മ്യൂണിറ്റി അടിസ്ഥാനത്തിൽ ജില്ല സെലക്ട് ചെയ്യുമ്പോൾ കേവലം അഡ്വൈസുകളുടെ എണ്ണമോ കട്ട് ഓഫിന്റെ കുറവോ നോക്കി മാത്രമല്ല, ഓരോ കമ്മ്യൂണിറ്റിക്കും ഓരോ ജില്ലയിൽ അതിൻ്റെതായ പ്രിഫറൻസ് ലഭിക്കുന്നുണ്ട്, അഡ്വാൻറ്റേജ് ലഭിക്കുന്നുണ്ട്. ഇതും കൂടി കണക്കിലെടുത്തിട്ടായിരിക്കണം നിങ്ങൾ ജില്ല സെലക്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ ഓരോ ജില്ലയിലും ഓരോ കമ്മ്യൂണിറ്റിക്കും അടിസ്ഥാനപ്പെടുത്തി വളരെ വ്യത്യസ്തമായ അന്തരം നാം കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ നോക്കുക, ലത്തീൻ കത്തോലിക് അല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽ 72 മാർക്ക് കിട്ടിയ മലപ്പുറം ജില്ലയിലെ ആൾക്ക് അഡ്വൈസ് ലഭിച്ചു. എന്നാൽ മലപ്പുറം ജില്ലയിൽ 71 മാർക്ക് കിട്ടിയ ആൾക്ക് അഡ്വൈസ് ലഭിച്ചിട്ടില്ല. നേരെ മറിച്ച് കണ്ണൂർ ജില്ലയിൽ 42 മാർക്ക് കിട്ടിയ ആൾക്ക് അഡ്വൈസ് ലഭിച്ചു. അവസാനം അഡ്വൈസ് ലഭിച്ച ആളുകളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. ഇങ്ങനെ ബാക്കിയുള്ള ഓരോ കമ്മ്യൂണിറ്റിക്കും ഓരോ ജില്ലകളുടെയും അടിസ്ഥാനത്തിൽ അഡ്വൈസ് ലഭിച്ച ആളുകളുടെ മാർക്ക് വളരെ അന്തരമുണ്ട്. ചില ആളുകൾക്ക് അതൊരു പാളിച്ചാവാം, ചില ആളുകൾക്ക് അതൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആയി മാറാം. ഇപ്പോൾ നോക്കുക, ഏറ്റവും വലിയ അന്തരമുള്ള ഒരു കേസാണ് 72-42 എന്നുള്ളത്. ഒരു ലത്തീൻ കത്തോലിക്കക്കാരൻ മലപ്പുറം ജില്ലയിൽ അപേക്ഷിക്കുകയും അയാൾക്ക് 70 മാർക്ക് ലഭിക്കുകയും ചെയ്തു.
ഈ ലിസ്റ്റ് പ്രകാരം അയാൾക്ക് അഡ്വൈസ് ലഭിക്കില്ല. എന്നാൽ അയാൾ അന്ന് മലപ്പുറം ജില്ല സെലക്ട് ചെയ്യുന്നതിന് പകരം വേറെ ഏതെങ്കിലും ജില്ല സെലക്ട് ചെയ്തിരുന്നുവെങ്കിൽ 70 മാർക്ക് വേറെ ഏതെങ്കിലും ജില്ലയിൽ ലഭിച്ചിരുന്നുവെങ്കിൽ അയാൾക്ക് ജോലി കിട്ടുമായിരുന്നു. ഇവിടെ നോക്കാം 26.6 കാസർഗോഡ് ജില്ലയിൽ ഇയാൾക്ക് ലഭിച്ച 1/3 മാർക്കേ ആർക്ക് കിട്ടിയിട്ടുള്ളൂ, കാസർഗോഡ് ജില്ലയിൽ എഴുതിയ ലത്തീൻ കത്തോലിക്കക്കാരന് കിട്ടിയിട്ടുള്ളൂ. അത്രയും വലിയ അന്തരം ഉണ്ട്. നിങ്ങൾക്ക് ഈ പട്ടിക നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് ഓരോ കമ്മ്യൂണിറ്റിക്കും ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ള ജില്ല ഏതാണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫും ഏറ്റവും കൂടിയ അഡ്വൈസും മാത്രമല്ല ജില്ല സെലക്ട് ചെയ്യുമ്പോൾ തീരുമാനിക്കേണ്ടത്. ജില്ല സെലക്ട് ചെയ്യുമ്പോൾ വളരെ ബുദ്ധിപൂർവ്വം ജില്ല സെലക്ട് ചെയ്യുക. 1-2 കാര്യങ്ങൾ ജനറലി പറയാറുള്ളത്, ഏറ്റവും കൂടുതൽ അഡ്വൈസ് മലപ്പുറത്താണ്, അപ്പോൾ അവിടെ കൊടുക്കാം എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ നോക്കുക. മലപ്പുറം ജില്ലയിൽ ഓരോ കാറ്റഗറിക്കും നോക്കുക, ഓരോ കളിയിൽ ഏറ്റവും കൂടുതൽ വന്ന് കിടക്കുന്നത് ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണ്. നിലവിൽ ഏറ്റവും അവസാനം അഡ്വൈസ് ലഭിച്ച ഓരോ കമ്മ്യൂണിറ്റിക്കാരനും ഏറ്റവും കൂടുതൽ മാർക്ക് കാണിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണ്. ഇനി അതിന് പകരം കാസർഗോഡ് ജില്ലയിൽ നോക്കുക, ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ്, കമ്പാരിറ്റീവ്ലി ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് അല്ലെങ്കിൽ അഡ്വൈസ് ലഭിച്ച ആളുടെ മാർക്ക് എന്ന് പറയുന്നത് വളരെ കുറവ് എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ്. റിട്ടൺ എക്സാമിന്റെയും ഇന്റർവ്യൂവിന്റെയും മാർക്കുകൾ ആഡ് ചെയ്ത മാർക്കുകളാണ് ഇത്. ഇപ്പോൾ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഡാറ്റയാണ് നിങ്ങൾക്ക് മുന്നിൽ റിവീൽ ചെയ്തിട്ടുള്ളത്. വളരെ വിശദമായി പഠിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായ ജില്ലയിൽ അപേക്ഷിക്കുക. ഒരുപാട് കാര്യങ്ങളിൽ കൃത്യത വരുത്തി. ഇനി എങ്ങനെയാണ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്നതിനെ പറ്റി വളരെ വേഗത്തിൽ ഒന്ന് നോക്കാം. ഈ ലോഗിൻ വഴിയാണ് ഉദ്യോഗാർത്ഥികൾ പരീക്ഷയ്ക്ക് അപേക്ഷിക്കേണ്ടത്. ഇതാണ് ലോഗിൻ്റെ ഹോം പേജ് എന്ന് പറയുന്നത്. ഇതിൽ നോട്ടിഫിക്കേഷൻസ് എന്ന് കാണാം. നിലവിൽ ആക്റ്റീവായി നിൽക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. അത് HSA സോഷ്യൽ സയൻസിൻ്റെ നോട്ടിഫിക്കേഷനാണ്. ഇത് ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇവിടെ 203/2021 എന്നടിച്ചു കഴിഞ്ഞാൽ നേരെ അപ്ലൈ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഇതുവഴി സെലക്ട് ചെയ്യാം. ഇനി നോക്കാം, സെലക്ഷൻ ഫോർ 14 ജില്ലകളിലേക്കും അപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ചെക്ക് എലിജിബിലിറ്റിയാണ്. നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ യോഗ്യരാണോ അല്ലയോ എന്നാണ് ചോദിക്കുന്നത്. ഇതിൽ ഇൻഎലിജിബിൾ എന്ന് കാണിക്കുന്നുണ്ട്. ഇൻഎലിജിബിൾ എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വൈ ഐ ആം ഇൻഎലിജിബിൾ എന്ന് ചോദിച്ചു നോക്കണം. അപ്പോൾ നമുക്ക് കാണാം എന്തുകൊണ്ടാണ് ഒരാൾ ഇൻഎലിജിബിൾ ആയി കാണിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക. BA ഹിസ്റ്ററി അയാൾക്ക് ഇല്ല. B.Ed സോഷ്യൽ സയൻസ് ഉണ്ട്. കേട്ടറ്റ് കാറ്റഗറി 3-4 HS ഉണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഏതാണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതുവഴി അപ്ലൈ ചെയ്യാം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ ഡിഗ്രിയുടെ പേരും PSCയുടെ സൈറ്റിൽ ഡിഗ്രിയുടെ പേരും ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകാം. ഉദാഹരണത്തിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കഴിഞ്ഞ വ്യക്തിയുടെ പ്രൊഫൈൽ ലോഗിനാണ് നാം ഓപ്പൺ ചെയ്തിട്ടുള്ളത്. എന്നിട്ടും അയാൾ ഇൻഎലിജിബിൾ എന്ന് കാണിക്കുന്നു. കാരണം PSCയുടെ സൈറ്റിൽ BA പൊളിറ്റിക്കൽ സയൻസ് എന്നൊരു ഡിഗ്രി ഇല്ല, പകരം BA പൊളിറ്റിക്സ് എന്ന ഡിഗ്രിയാണ് ഉള്ളത്. അത്തരം സാഹചര്യങ്ങളിൽ അപ്ലൈ യൂസിങ് ഈക്വലന്റ് ഓർ ഹയർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം. ഇങ്ങനെ ചില കോഴ്സുകൾ, നിങ്ങൾ പഠിച്ച കോഴ്സുകളും PSCയുടെ സൈറ്റിൽ ഉള്ളതും തമ്മിൽ ചെറിയ അന്തരം കാണിക്കും. അപ്പോൾ നിങ്ങൾ ഇൻഎലിജിബിൾ എന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കോഴ്സുമായി, നിങ്ങൾ പഠിച്ച കോഴ്സുമായി ഏറ്റവും യോജിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ മോർ ഈക്വലൻ്റ് ആയിട്ടുള്ളത് ഇതിലേതാണോ അത് വെച്ച് ഈക്വലൻസി കൊടുത്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം പറഞ്ഞത്, ആർട്സ് വിഷയങ്ങളിൽ ഡിഗ്രി ഇല്ലാതെ ആർട്സ് വിഷയങ്ങളിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത ആളുകളുണ്ടാവും. ഉദാഹരണത്തിന് നമ്പർ 11 കാണാം, MA എക്കണോമിക്സ് എടുത്ത ആൾക്ക് B.Ed സോഷ്യൽ സയൻസ് ഉണ്ടെങ്കിൽ കേട്ടിട്ട് എഴുതാം. എന്നാൽ അയാൾക്ക് MA എക്കണോമിക്സ് എടുക്കണമെങ്കിൽ BA എക്കണോമിക്സിൻ്റെ ആവശ്യമില്ല. സയൻസ് വിഷയത്തിലായിരിക്കും ചിലപ്പോൾ അയാൾ ഡിഗ്രി എടുത്തിട്ടുണ്ടാവുക. അത്തരം ആളുകൾക്കും അപേക്ഷിക്കാം. ഇതിൽ ഒരുപാട് കോഴ്സുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കോഴ്സ് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, എക്സാമിന് അപ്ലൈ ചെയ്യാം. ഇത് നമുക്ക് ആവശ്യം വരുന്നത് യു ആർ ഇൻഎലിജിബിൾ എന്ന് കാണിക്കുന്ന സമയത്താണ് ഈ വൈ ഐ ആം ഇൻഎലിജിബിൾ എന്ന് ക്ലിക്ക് ചെയ്യേണ്ടതും ഇതിൽ ഈക്വലൻസി കൊടുത്തിട്ട് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടതും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഈക്വലൻസി വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. BA പൊളിറ്റിക്കൽ സയൻസിലാണ് ഈ ലോഗിൻ ചെയ്ത ആളുടെ ഡിഗ്രി ഉള്ളത്, പക്ഷേ PSC കൊടുത്തുള്ളത് പൊളിറ്റിക്സ് എന്നാണ്. ഇയാളെ ഇൻഎലിജിബിൾ എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഈ അപ്ലൈ യൂസിങ് ഈക്വലന്റ് ഓർ ഹയർ എന്ന് കൊടുക്കുക. അപ്പോൾ ഒരു ഡയലോഗ് ബോക്സ് വരും. 2 കോളങ്ങളാണ് അതിലുള്ളത്. ഒന്നിൽ ഫോട്ടോയിൽ കാണുന്ന അതേപോലെ പേര് ടൈപ്പ് ചെയ്യുക, അതുപോലെ ഫോട്ടോയിലുള്ള തീയതിയും താഴെ ടൈപ്പ് ചെയ്യുക. ശേഷം താഴെയുള്ള ഡിക്ലറേഷൻ ടിക്ക് ഇട്ട് കൊടുക്കുക.
കുറച്ച് ടൈം ഡിലേ ഉണ്ടാവും, വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ അടുത്ത വിൻഡോ ഓപ്പൺ ആയി വരും. ഏത് ജില്ലയിലാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് എന്ന് ചോദിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജില്ല സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു ഡയലോഗ് ബോക്സ് വരും. എറണാകുളം ജില്ലയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്, ഇത് തന്നെയാണോ എന്നും ചോദിക്കും. സബ്മിറ്റ് ചെയ്തതിൻ്റെ ശേഷം ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന ഒരു ഡയലോഗ് ബോക്സും കാണിക്കും. ഓക്കെ എന്ന് കൊടുക്കുക. അടുത്ത് വരുന്ന ആർ യു ക്വാളിഫൈഡ് ഫോർ ദിസ് പോസ്റ്റ് ആസ് പെർ നോട്ടിഫിക്കേഷൻ എന്നുള്ളതാണ്. യെസ് എന്ന് സെലക്ട് ചെയ്യുക. ഇതൊരു വാർണിംഗ് മെസ്സേജ് ആണ്. ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരാൾ ഈക്വലൻസി വെച്ചിട്ടോ ഒക്കെ അപ്ലൈ ചെയ്യുന്നത് തടയാനുള്ള വാർണിംഗ് മെസ്സേജ് ആണിത്. ഓക്കെ എന്ന് കൊടുക്കുക. അടുത്തത് ഇവിടെ ഈക്വലൻസി വെച്ചായതുകൊണ്ട് എന്ത് ഈക്വലൻസി ആണുള്ളതെന്ന് ചോദിക്കേണ്ടത്. താഴത്തുണ്ട് BA പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്, അതും സെലക്ട് ചെയ്യുക. ഇനിയാണ് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് എക്സാം എഴുതേണ്ട ജില്ല ഏതാണ്, താലൂക്ക് ഏതാണ് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ എറണാകുളം ജില്ലയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പരീക്ഷയും എറണാകുളം ജില്ലയിൽ മാത്രമേ എഴുതാൻ കഴിയുകയുള്ളൂ. ഈ അടുത്താണ് PSC ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. കൊറോണയുടെ സാഹചര്യത്തിൽ അതിൽ ഇളവും കൊടുത്തിരുന്നു. അപ്പോൾ ജില്ല സെലക്ട് ചെയ്യുന്ന സമയത്ത് ആളുകൾ നല്ലോണം ശ്രദ്ധിക്കുക. അപ്പോൾ എറണാകുളം എന്ന് മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. എറണാകുളം ജില്ലയിൽ ഇഷ്ടപ്പെട്ട താലൂക്ക് സെലക്ട് ചെയ്യുക. ചോദിക്കേണ്ട എറണാകുളം കൊച്ചിയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്, ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നു. അവസാനം ഒരു ഡിക്ലറേഷൻ ഉണ്ട്, ടിക്കറ്റ് കൊടുക്കുക. പ്രിവ്യൂ ആപ്ലിക്കേഷൻ, നമ്മൾ കൊടുത്ത ആപ്ലിക്കേഷൻ പ്രിവ്യൂ ചെയ്യാനുള്ളതാണ്. പ്രിവ്യൂ ആപ്ലിക്കേഷൻ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണിച്ചു തരുന്നു. അവസാനം സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ വിൻഡോ വരും. അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും ഫോണിൽ അപ്ലൈ ചെയ്യാൻ പറ്റാറില്ല. കാരണം നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും ചിലപ്പോൾ ചെറിയ വിൻഡോ വരും. ഓക്കെ കൊടുക്കാനോ നമ്മൾ നേരത്തെ യെസ് ഓർ നോ സെലക്ട് ചെയ്തപ്പോൾ വന്നതുപോലുള്ള ചെറിയ ചെറിയ വിൻഡോസ് വരും. ആ വിൻഡോക്ക് റിപ്ലൈ കൊടുക്കാൻ ഓക്കെ എന്ന് സെലക്ട് ചെയ്യാൻ പലപ്പോഴും ഫോണിൽ പറ്റാറില്ല. അപ്പോൾ ആളുകൾ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ ഒക്കെ ലോഗിൻ ചെയ്ത് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഏത് ജില്ല സെലക്ട് ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നത്. നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകം പഠനമാണ്. നിങ്ങൾ ഈ പോസ്റ്റിനെ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട്, ആ ആഗ്രഹത്തോട് നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥത പുലർത്തുന്നു, അതിനുവേണ്ടി നിങ്ങൾ എത്രത്തോളം കഠിനാധ്വാനം ചെയ്യുന്നു എന്നതാണ് ഈ ജോലി നിങ്ങൾക്കുള്ളതാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. നിങ്ങളൊരു അത്ലറ്റാണ്. നിങ്ങൾ ഓടിത്തുടങ്ങേണ്ട സമയമായിരിക്കുന്നു. ഏത് സമയത്ത് അവസാന ലാപ്പിന് റഫറി എപ്പോൾ വിസിലടിച്ചാലും ഏറ്റവും മുന്നിലായിക്കൊണ്ട് ഫിനിഷ് ലൈൻ ക്രോസ് ചെയ്യണമെങ്കിൽ നാം ഓടിക്കൊണ്ടേയിരിക്കണം. സാവധാനമാണെങ്കിലും വേഗത വർദ്ധിപ്പിക്കുന്നത് അവസാന ലാപ്പിലാണ്. എല്ലാ സാഹചര്യങ്ങളും ഒത്തുവന്നിട്ട് പഠനം തുടങ്ങിയാൽ മുന്നേ ഓടിത്തുടങ്ങിയവരെ ഓടിക്കീഴ്പ്പെടുത്താൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല. പരീക്ഷയുടെ സിലബസിൻ്റെ കാര്യമോ ആരൊക്കെ ഏതൊക്കെ ജില്ലയിൽ അപേക്ഷിച്ചു എന്ന കാര്യമോ എത്ര കട്ട് ഓഫ് വരും എന്ന കാര്യമോ ഇതൊന്നും നമ്മുടെ അധീനതയിലുള്ള കാര്യമല്ല. എന്നാൽ എന്തൊക്കെ പഠിക്കണം, എത്രയൊക്കെ പഠിക്കണം, എങ്ങനെ പഠിച്ചാൽ ജോലി കിട്ടും തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ അധീനതയിലുള്ള കാര്യങ്ങളാണ്. അതിൽ തീരുമാനമെടുക്കേണ്ടത് നമ്മളാണ്. പഠിക്കാനിരുന്നാൽ പ്രതികൂല സാഹചര്യങ്ങൾ ഒരുപാടുണ്ടാകും. അത്തരം പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാൽ പ്രതികൂല സാഹചര്യത്തിലെ ഞാനിനി പഠിക്കുന്നുള്ളൂ എന്ന് നിശ്ചയദാർഢ്യം ചെയ്യുക. വളരെ സമയബന്ധിതമായി സിലബസ് ഓറിയൻറ്റഡായി പഠനം തുടങ്ങുക, പഠനം തുടരുക. കഴിഞ്ഞ HSA പരീക്ഷയ്ക്ക് എയ്സിൽ പഠിച്ച് ജോലി നേടിയ ആളുകളാണ് മലപ്പുറം ജില്ലയിലെ 1ാം റാങ്ക്, ആലപ്പുഴ ജില്ലയിലെ 1ാം റാങ്ക്, മലപ്പുറം ജില്ലയിലെ 2ാം റാങ്ക്, പാലക്കാട് ജില്ലയിലെ 6ാം റാങ്ക്. അഥവാ കഴിഞ്ഞ HSA പരീക്ഷയിൽ ആദ്യ 10 റാങ്കുകളിൽ ഉൾപ്പെട്ട ആളുകളാണ് ഇവർ. ഇവർക്ക് പുറമെ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയ അനവധി ആളുകളാണ്. ഇവർക്ക് പുറമെയും ജോലിയിൽ കയറിയ ആളുകൾ ധാരാളമുണ്ട്. പറഞ്ഞു വരുന്നത് HSA റാങ്ക് ഹോൾഡേഴ്സോ കേരള PSC നടത്തുന്ന മറ്റ് ഏത് പരീക്ഷയുടെ റാങ്ക് ഹോൾഡേഴ്സോ നമുക്കൊന്നും കേട്ട് കേൾവി മാത്രമല്ല. ഇവരൊക്കെ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട പല ആളുകളുമാണ്. നമുക്കും ഇവരിൽ ഒരാൾ എന്തുകൊണ്ടായിക്കൂടാ എന്ന ചിന്ത ഉത്ഭവിക്കേണ്ടത് നമ്മളിലാണ്. പഠിക്കേണ്ടത് നമ്മളാണ്. റാങ്കിൽ ഇടം നേടുന്നതും നമ്മളാണ്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പരിചയപ്പെടുത്തട്ടെ. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾ
വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയ HSA സോഷ്യൽ സ്റ്റഡീസ് റാങ്ക് ഫയലിൻ്റെ 4th എഡിഷൻ്റെ റിവൈസ്ഡ് എഡിഷനാണ് 5th എഡിഷൻ HSA സോഷ്യൽ സ്റ്റഡീസ് സൂപ്പർ റാങ്ക് ഫയൽ. വളരെ സിലബസ് ഓറിയൻറ്റഡായി ഒതൻറ്റിക്കായി വളരെ വിദഗ്ധരായ അധ്യാപകർ തയ്യാറാക്കിയ സ്കൂൾ പാഠപുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിയ റാങ്ക് ഫയലാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നതിൽ സംശയമില്ല. ഇതോടൊപ്പം എയ്സിൻ്റെ വിർച്വൽ പ്ലാറ്റ്ഫോമായ എയ്സ് ആപ്പ് കൂടി പരിചയപ്പെടുത്തുന്നു. HSA സോഷ്യൽ സയൻസിൻ്റെ സിലബസ് ഓറിയൻറ്റഡായ ഒതൻറ്റിക്കായ വളരെ വിദഗ്ധരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന കോഴ്സ് എയ്സ് ആപ്പിൽ ലഭ്യമാണ്. ഓരോ ആഴ്ചയിലും മോഡൽ എക്സാംസ്, ടോപ്പിക് വൈസ് എക്സാംസ്, PDF മെറ്റീരിയൽസ്, വീഡിയോ ക്ലാസ്സസ് തുടങ്ങിയ ഒട്ടനവധി മെറ്റീരിയലുകളാൽ ആപ്പ് സമൃദ്ധമാണ്. HSA സോഷ്യൽ സയൻസിന് പുറമെ നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, HSA മാത്സ്, മലയാളം, ഇംഗ്ലീഷ് തുടങ്ങിയവർക്കും എയ്സ് ആപ്പിൽ കോഴ്സുകളുണ്ട്. 10th പ്രിലിംസ്, 12th പ്രിലിംസ്, ഡിഗ്രി ലെവൽ പ്രിലിംസ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, LDC മെയിൻസ്, LGS മെയിൻസ്, ജനറൽ PSC, ലോങ് ടേം എന്നീ ബാച്ചുകളും കേട്ടറ്റ് നെറ്റ് ബാച്ചുകളും എയ്സ് ആപ്പിൽ ലഭ്യമാണ്. വീഡിയോ വീക്ഷിച്ചതിന് നന്ദി.